ആപ്കി അദാലത്തിൽ ജോർജ് ഫെർണാണ്ടസിന്റെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം 2 വ്യക്തിത്വമുള്ള പേഴ്സണാണ്. ജോർജ് സർ, താങ്കളുടെ ചെറുപ്പകാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ താങ്കളൊരു പ്രീസ്റ്റായിട്ട് ചർച്ച് ഫാദർ ആകാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. അതെ, ഞാൻ അവിടുത്തെ സെമിനാറിക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. അത് അവിടെ പറയുന്നതൊന്നും പിന്നെ ചെയ്യുന്നതൊന്നുമാണ്. അതുകൊണ്ട് ഞാൻ അവിടുന്ന് പുറത്തു വന്നു. പക്ഷേ പ്രവൃത്തിയും വാക്കും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത ഈ രാഷ്ട്രീയത്തിലേക്ക് വരാൻ താങ്കൾക്ക് എങ്ങനെ തോന്നി? അപ്പം എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. എനിക്കപ്പം അത്ര മനസ്സിലായില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ച് പിന്നിലായിരുന്നു. അന്ന് എനിക്കൊരു 16-17 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് താങ്കൾ പറഞ്ഞിരുന്നു റിലീജിയനും ഓർഗനൈസ്ഡ് റിലീജിയനും ഒന്നാണെന്ന്. അതെ, കാരണം ജനങ്ങൾക്ക് നമ്മുടെ ഓരോ ഈ ജീവിതത്തിൻ്റെ ശൈലിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് ജീവിക്കാൻ പാടില്ല, നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, പാവപുണ്യം, ഇതൊക്കെ പറയുന്നവരുണ്ടല്ലോ. ഇത് പറയുന്നവരാരും ഇത് ഫോളോ ചെയ്യുന്നില്ലെന്നുള്ളതാ കാര്യം. 16 വയസ്സിൽ താങ്കൾക്ക് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഇല്ലെന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷേ 74-ാമത്തെ വയസ്സിൽ താങ്കൾ ചെന്നൈയിലേക്ക് പോയി ശങ്കരാചാര്യരെ മീറ്റ് ചെയ്തു. മനുഷ്യാവകാശത്തിൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. ആരേലും അത് ഫോളോ ചെയ്തില്ലെങ്കിൽ ഞാൻ അവിടെ എന്തായാലും പോകും. ഞാനിവിടെ കണ്ടത് എന്താന്ന് വെച്ചാൽ സുപ്രീം കോർട്ട് ഒരു വഴി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ സമുദായത്തിലുള്ള ജനങ്ങൾ എങ്ങനെയാണ്, ഒരുപക്ഷെ അവരെ അറസ്റ്റ് ചെയ്താൽ അവർ നമ്മളെങ്ങനെ നോക്കണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. പക്ഷെ ആരും അതൊന്നും ഇവിടെ ഫോളോ ചെയ്യാതെ ഇരിക്കുന്നത് അറിഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് പോയി അവരെ കാണാനായിട്ട് തീരുമാനിച്ചായിരുന്നു. അത് തീരുമാനിച്ചത് കൊണ്ടാണ് ഞാൻ അവിടെ പോയത്. കൊലപാതക കുറ്റം ചുമത്തപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചാണ് താങ്കൾ സംസാരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കുറ്റാരോപണങ്ങൾ എൻ്റെ മേത്ത് വന്നിട്ടുണ്ട്. കൊലപാതകം മാത്രമാണ് അതിൽ മിസ്സിങ്. അതുകൊണ്ട് എനിക്ക് ഈ കുറ്റാരോപണത്തിൻ്റെ മേത്ത് വലിയ വിശ്വാസമില്ല. ഉദാഹരണത്തിന് ഈയിടെ ഒരു കുറ്റാരോപണം വന്നു. അത് ശരിക്കും ഇന്നും ക്ലിയർ ആയിട്ടില്ലെന്ന്. അതെന്ത് കുറ്റാരോപണമെന്ന് വെച്ചാൽ ഞാൻ പട്ടാളക്കാരുടെയൊക്കെ ചോര കുടിച്ചാണ് ജീവിച്ചു പോകുന്നതെന്നാണ്. ഇപ്പോൾ ചുമത്തുന്ന കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ താങ്കൾ ശങ്കരാചാര്യരെ കണ്ടത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണെന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, താങ്കൾ ജയലളിതയെ ഒന്ന് സൈഡാക്കാൻ വേണ്ടി ശങ്കരാചാര്യരെ കണ്ട് കരുണാനിധിയായിട്ടുള്ള സൗഹൃദം ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അതായത് എൻ്റെയും കരുണാനിധിയുടെയും കൂട്ടെന്ന് പറയുന്നത് എമർജൻസി തൊട്ടാ, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എമർജൻസിയിൽ എനിക്ക് നിങ്ങൾ നോക്കുവാണെങ്കിൽ സൗത്തിലോട്ട് പോകുമ്പോൾ എനിക്ക് അദ്ദേഹം വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു തന്നിരുന്നു. അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത് ഞാൻ. ആ സമയത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായി കാണണമല്ലോ. അതായത് ഡൈനമൈറ്റും കൊണ്ടുപോയി പോരാടുന്ന കാലമാണത്. ആ ഡൈനമൈറ്റൊക്കെ ചെറുപ്പക്കാർ എങ്ങനെയാ ഉപയോഗിക്കണമെന്ന് പഠിച്ചുകൊണ്ടിരുന്ന കാലവുമായിരുന്നു അത്. ആ സമയത്ത് എനിക്ക് ഒരു സ്ഥലം വേണ്ടിയിരുന്നു. അപ്പോൾ അദ്ദേഹമായിരുന്നു അത് ശരിയാക്കി തന്നത്. ഇപ്പോഴുള്ള കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ UPA ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയാണ് താങ്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ്. എൻ്റെ മേത്ത് ഇങ്ങനത്തെ കുറ്റാരോപണം വരുന്നതൊന്നും പുത്തരി അല്ലെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാ? പക്ഷേ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് താങ്കൾ പറയണം. അതായത് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾ ചന്ദ്രശേഖർ റാവുവിന്റെ കോണ്ടാക്റ്റിലാണുള്ളത്, പിന്നെ രാംവിലാസ് പാസ്വാന്റെ കോണ്ടാക്റ്റിലാണുള്ളത്, പിന്നെ മുലായം സിംഗ് യാദവിനോടൊപ്പവും ബന്ധമുണ്ട്. ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടി ഇവരോടൊപ്പം കൂട്ടുചേരുകയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇവരെല്ലാവരും ഒരുപാട് കാലമായിട്ട് എൻ്റെ കൂട്ടുകാരാണ്. അവരുടെ കൂടെ എപ്പോഴും ഞാൻ ടച്ചിൽ തന്നെ ഉണ്ട് ഇപ്പോഴും. അതുകൊണ്ട് ഇതൊക്കെ കണ്ട് അവർ പേടിക്കുവാണെന്ന് പറഞ്ഞാൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. ന്യൂസ് പേപ്പറിലും വന്നിരുന്നു. അതായത് താങ്കളെ സപ്പോർട്ട് ചെയ്യുന്നവർ അമർ സിംഗ്, അനിൽ അംബാനി, ഇവരുടെയൊക്കെ ഫോൺ ടാപ്പ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ സർക്കാരിലുണ്ടായിരുന്നപ്പോൾ തൊട്ട് എൻ്റെ ഫോൺ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നതാ. അപ്പോൾ താങ്കൾ അങ്ങനെ എന്തോ ചെയ്യുന്നതുകൊണ്ടാണ് താങ്കളുടെ മേൽ ഗവൺമെന്റിന്റെ ഒരു കണ്ണുള്ളത്. അല്ല, ഗവൺമെന്റിന് ഒരു പേടി ഉണ്ടായിരുന്നു. ഇവൻ എപ്പോഴാ എവിടെയാ പോകുന്നതെന്നൊന്നും അറിയാത്ത കാരണമേ. താങ്കൾക്ക് ഗവൺമെന്റ് നൽകിയ സെക്യൂരിറ്റി വിഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞ് ലെറ്റർ എഴുതിയിട്ടാണ് കേട്ടത്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഒന്നുമില്ല, ഞാൻ ഒരുപാട് ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഈ സെക്യൂരിറ്റിക്കൊക്കെ ഒരു എതിരായവൻ തന്നെയാണ്. പക്ഷേ താങ്കളെക്കുറിച്ച് ഇപ്പോൾ ഗവൺമെന്റിലുള്ള വ്യക്തികൾ പലതും പറയുന്നുണ്ട്. ജോർജ് ഫെർണാണ്ടസ് സെക്യൂരിറ്റി അവോയ്ഡ് ചെയ്തില്ല. അദ്ദേഹം എപ്പോൾ എവിടെ ആരെ മീറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം സെക്യൂരിറ്റി അറിയാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ്. അത് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കാര്യം സത്യമാണോ? ഇവരെ എല്ലാവരെയും ഒന്ന് ചേർത്തുകൊണ്ട് ഈ ഗവൺമെന്റിനെ ഇറക്കാനുള്ള പരിപാടിയാണോ താങ്കൾക്ക്? ഒരുപക്ഷെ ഞാൻ ഈ അതേന്നൊക്കെ പറഞ്ഞ വലിയ പ്രശ്നമായി പോവോ? അതുപോലെ അല്ലെന്ന് പറഞ്ഞാലും തെറ്റായി പോവല്ലോ. അതുകൊണ്ടാണ് കണ്ടിരിക്കുന്നത് ഞാൻ.
പല ജ്യോതിഷക്കാരും പറഞ്ഞിരുന്നു. അതിലൊരു ജ്യോതിഷിയാണ് ബാബ മദാൻ. അതായത് ഡിസംബർ 26 ഈ ഗവൺമെന്റ് താഴെ ഇറങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. ഒരുപക്ഷെ ഈ ജ്യോത്സ്യന്മാരൊക്കെ പറയുന്നത് സംഭവിക്കുന്ന പോലെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പലരും പല സ്ഥലത്തൊക്കെ എത്തിപ്പെടേണ്ടതല്ല ഇന്ന്. എനിക്ക് ഈ ജ്യോത്സ്യം ഇതുപോലത്തെ കാര്യത്തിലൊന്നും വിശ്വാസമില്ല. ഇപ്പോ ബാക്കിയുള്ളവർ താങ്കളെയാണ് വിശ്വസിക്കുന്നത്. അതായത് ഈ സർക്കാരിനെ താങ്കൾ എങ്ങനെയെങ്കിലും താഴെ ഇറക്കുമെന്ന്. അതായത് പിന്നെ ചരിത്രത്തിൽ ഇങ്ങനത്തെ 2-3 കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ താങ്കൾ ജനങ്ങളോട് പറയുക, താങ്കൾ ആരെയാണ് കണ്ടത്, ശരത് പവാറിനെ എന്തിനു കണ്ടു, ചന്ദ്രശേഖർ റാവുവിനോട് എന്ത് സംസാരിച്ചു, ഷിബു സോറനോട് എന്താണ് പറഞ്ഞത്? ഇതിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞാൽ പിന്നെ നാടിന് ഒരുപാട് നഷ്ടമായി പോവില്ലേ? ഇപ്പോൾ താങ്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കളെ ഒരു പ്രധാനമന്ത്രിയാക്കുന്ന രീതിയിൽ ഒരു സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയാണോ? ഇല്ലല്ല, ഇത് ഒരുപാട് കാലങ്ങളായിട്ട് എന്നെ മേത്ത് പറയുന്ന കുറ്റാരോപണം. പക്ഷെ എന്നെ ആരും അങ്ങനെ ആക്കത്തില്ലല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ജനങ്ങൾക്കറിയാം ഒരുപക്ഷെ ഞാൻ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന്, ആരൊക്കെ എവിടെ കൊണ്ടുപോയി ചേർക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ എഫേർട്ട് പൂർണ്ണതയിൽ എത്താൻ വേണ്ടി ഞങ്ങൾ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കണം. ബ്രേക്കിന് ശേഷം എന്ത് സംഭവിക്കുമെന്നെങ്കിലും പറയൂ.